Hello guys, welcome to Top EVT Malayalam. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഹെൽമെറ്റ്സിനെ കുറിച്ചാണ്. സോ ഈ രണ്ട് ഹെൽമെറ്റ്സ് ഇത് രണ്ടും സ്റ്റഡ്സിൻ്റെയാണ്. ഒന്നാണ് ഷിഫ്റ്റർ, മറ്റേതാണ് ഡ്രിഫ്റ്റർ. ഇത് പുതിയ മോഡലാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് കുറച്ച് നാളായി. ഇതാണ് ഷിഫ്റ്റർ. സോ ഇത് രണ്ടും തമ്മിൽ ചിലർ കൺഫ്യൂസ്ഡ് ആണ്. ഇത് ഒരു അപ്ഗ്രേഡിൻ്റെ വർത്താണോ, ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട് ഓബ്വിയസ്ലി. സോ ഇത് രണ്ടും തമ്മിൽ ഒരു 500 to 800 rupees ഡിഫറൻസ് ഉണ്ട് ഏത് മോഡലായി എടുക്കുന്നതിൻ്റെ മുകളിൽ. ആ മോഡലിൻ്റെ അപ്ഗ്രേഡ് പ്രൈസ് വർത്തിട്ടാണോ അതാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇതാ എൻ്റെ ഷിഫ്റ്റർ ഹെൽമെറ്റ്. ഇത് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ള സ്ക്രാച്ചസും എല്ലാം വെച്ച് അറിയാൻ പറ്റും. ഇതൊരു ഡെയിലി യൂസ് ഹെൽമെറ്റാണ്. നമ്മൾ റഫ് യൂസ് ചെയ്യുന്നതാണ് ടൗണിലൊക്കെ പോകാനും അങ്ങനെ നോർമലായിട്ട് യൂസ് ചെയ്യാനായിട്ട്. അതിനുവേണ്ടി നമ്മൾ എക്സ്പെൻസീവ് ഹെൽമെറ്റ്സ് യൂസ് ചെയ്യത്തില്ല, ബിക്കോസ് അത് ശരിയല്ലല്ലോ. അത്രയും നല്ല ഹെൽമെറ്റ്സ് ഡാമേജ് ആകുമ്പോഴത്തേക്കും നമുക്കത് പ്രശ്നമാകും. ഇതൊരു നോർമൽ പ്രൈസിലുള്ളതാണ്. സോ ഇത് നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ടൈപ്പ് ഹെൽമെറ്റാണ്. സോ ഇത് ഇത്ര നാൾ ഞാൻ യൂസ് ചെയ്തു. ഇതിൻ്റെ അകത്ത് എനിക്ക് ഇതുവരെ പ്രോബ്ലംസ് ഒന്നും വന്നില്ല. ഇതുവരെയും മെക്കാനിസംസും എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എയർ വെൻറ്റ്സും എല്ലാം ഉള്ളതാണ്. സോ ഇതിൻ്റെ ക്വാളിറ്റിയും എല്ലാം വെച്ച് ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റഡ്സിൻ്റെ തന്നെ അടുത്ത മോഡൽ നമ്മൾ എടുത്തത്. ഹെൽമെറ്റ് എല്ലാ 2 വർഷം 3 വർഷത്തിൽ ചേഞ്ച് ചെയ്യേണ്ടതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ. അതാണ് റെക്കമെൻഡഡ്. പലരും ചെയ്യത്തില്ല, പക്ഷേ ഇഫ് യു ക്യാൻ അത് ചേഞ്ച് ചെയ്യുന്ന എപ്പോഴും നല്ല. സോ ആദ്യം ജസ്റ്റ് ഷിഫ്റ്ററിൻ്റെ ഞാൻ ഇത് പറയാം, ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം, ബിക്കോസ് ഇത് ഓൾറെഡി അറിയുന്നതാണ് എല്ലാവരും. ഇതിൻ്റെ അകത്ത് നമുക്ക് 2 എയർ വെൻറ്റ്സ് ഉണ്ട്. സോ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് എയർ വെൻറ്റ് അല്ല, ഇത് ജസ്റ്റ് ഷോ ആണ്. ഇതിൻ്റെ അകത്തും ഡ്യുവൽ വൈസർ ഉണ്ട്. ഡ്യുവൽ വൈസർ നമുക്ക് അകത്തുനിന്നേ തുറക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ വൈസർ തുറന്നു കഴിഞ്ഞിട്ട് ഇതിലോട്ട് ആക്സസ് കിട്ടത്തുള്ളൂ. ഇവിടെ ഒരു ചെറിയ നോച്ച് ഉണ്ട് 2 സൈഡിലും. അത് വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും. സോ ഇതിൻ്റെ അകത്ത് നമുക്കിത് ലോക്കാകും, ഇത് ഓപ്പൺ ആകും. അത് എല്ലാം കറക്റ്റാണ്. പിന്നെ ഇതിൻ്റെ ബിൽഡും എല്ലാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയലിൻ്റെയാണ് ഒരു ഇന്നർ ലൈനർ കൊടുത്തേക്കുന്നത്. ഇതെല്ലാം വാഷബിൾ ആണ്, ബ്രീതബിൾ ആണ്. ഇത് ഇതിൻ്റെ കൂടെ വന്നല്ല, ഇത് എക്സ്ട്രാ ഞാൻ ചുമ്മാ ഒന്ന് ഫിറ്റ് ചെയ്തതാണ്. സോ ഇതിന് എയർ കട്ടൻസോ ഒന്നും വരത്തില്ല. ഇത് വാഷബിൾ ആണ്. ഇത് ഫുൾ നമുക്ക് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആ ഫീച്ചേഴ്സിലെല്ലാം നമുക്ക് പുതിയ ഹെൽമെറ്റിനെ പോലെ തന്നെയാണ്. ഇനിയും നമുക്ക് ഡ്രിഫ്റ്റർ പുതിയ മോഡലിൽ എന്താണ് ചേഞ്ചസ് എന്ന് നോക്കാം. സോ ഇത് പുതിയ ഹെൽമെറ്റ് ആയതുകൊണ്ട് ഇത് നല്ല തിളങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ഡാമേജും ഇല്ല. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസസ് നമുക്ക് പറയാം. ഓവറോൾ ഹെൽമെറ്റിൻ്റെ ക്വാളിറ്റി തന്നെ ഡിഫറൻസ് ഉണ്ട്. മറ്റേത് 1100 grams ഉണ്ടായിരുന്നു, ഇത് 1450 grams ഉണ്ട്. മറ്റേത് ജസ്റ്റ് ISI സർട്ടിഫിക്കേഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് ISIയും ഡോട്ടും സർട്ടിഫിക്കേഷൻ ഉണ്ട്. സോ ഡോട്ട് 218 ഇത് കിട്ടിയിട്ടുള്ള ഹെൽമെറ്റാണ്. ഡോട്ട് സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. നമ്മുടെ യൂറോ NCAPും ഇതൊക്കെ എടുക്കുന്ന പോലെ തന്നെയാണ്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ഈ ഹെൽമെറ്റിൻ്റെ ഭയങ്കര ഒരു ക്വാളിറ്റി തോന്നുന്നുണ്ട്. നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ഹെൽമെറ്റ്സിന് കമ്പാരിസൺ ആയിട്ട് പോലെ തന്നെയാണ് ഇതിൻ്റെ ക്വാളിറ്റി തോന്നുന്നത്. ഹൈ ഇമ്പാക്റ്റ് ഷെല്ലാണിത്. സോ മറ്റേതിനെക്കാട്ടിലും ബെറ്റർ ഇമ്പാക്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കണം. നമുക്കത് അറിയാമല്ല, ഇത് നമ്മൾ ഇടിച്ചൊന്നും നോക്കിയിട്ടില്ല, പക്ഷേ അതാണ് അതിൻ്റെ റേറ്റിങ്സ് പറയുന്നത്. ഈ വൈസറിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും കുറച്ചുകൂടെ ഹെവി ക്വാളിറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഈ മെക്കാനിസം ആണെങ്കിലും കുറച്ചുകൂടെ ഹെവി ക്വാളിറ്റിയാണ്. ഇത് 2 പൊസിഷൻസിലേ ഇരിക്കത്തുള്ളൂ. അത് 2 പൊസിഷൻസിലും അതിന് നോച്ച് വന്നിട്ടുണ്ട്. ഇതുണ്ടോ? സോ അതങ്ങനെ തന്നെത്താൻ ഇതൊരു നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ ഇതുള്ളത്. പുതിയ ഹെൽമെറ്റ് ആയതുകൊണ്ട് ഇച്ചിരി ഒരു ടൈറ്റ്നെസ് ഉണ്ട് ഇപ്പോഴും. ഇതിൻ്റെ വൈസറിൻ്റെ മെക്കാനിസം ഇവിടെ വെളിയിൽ തന്നെയാണ്. സോ വെളിയിൽ നിന്ന് തന്നെ നമുക്ക് ഇത് ഫീൽ ചെയ്തിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. സോ ഇത് കുറച്ചുകൂടെ ഒരു ബെറ്റർ മെക്കാനിസമാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്നാന്ന് പറഞ്ഞാൽ ഈ വൈസർ തുറന്നിട്ട് പിന്നെ അകത്തെ വൈസർ ഡൗൺ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തന്നെയല്ല, ആ വൈസർ നമ്മൾ കൈവച്ച് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോഴത്തേ അത് സ്ക്രാച്ച് ആകാൻ ചാൻസ് ഉണ്ട്. ഈ മെക്കാനിസം വെച്ച് ചെയ്യുമ്പോഴത്തേനും അതിന് സ്ക്രാച്ച് ആകാൻ ചാൻസസ് ഇല്ല. സോ അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇതിൻ്റെ ഇന്നർ ലൈനേഴ്സ് ആണെങ്കിലും ഒരു മറ്റേതിനെ പോലെ വെൽവെറ്റ് അല്ല, പക്ഷേ ഇത് കുറച്ചുകൂടെ ബെറ്റർ ഒരു ഫീലുണ്ട് നമ്മൾ ഇട്ട് നോക്കുമ്പോഴത്തേന്. ഈ ചിൻ കട്ടൺ ഓൾറെഡി ബിൽട്ടിൻ ആണ്. ഇനി ഇതിൻ്റെ എയർ വെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 എയർ വെൻറ്റ്സ് ആണ്. ഈ എയർ വെൻറ്റ് വെച്ചിട്ട് ഇത് മറ്റേതിനില്ലായിരുന്നു. സോ ഇവിടെ നിന്ന് എയർ കയറിയിട്ട് ഇത് അകത്തോട്ട് ഇവിടെ അടിക്കും. അന്നേരത്തേന് നമുക്കിവിടെ ഫോഗിങ് ആ ഇഷ്യൂ വരത്തില്ല. ഇത് മുകളിലത്തെ എയർ വെൻറ്റ് ഇതിങ്ങനെ ഓപ്പണും ക്ലോസും ആകും.
ഇത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ അവിടെ നിന്നും എയർ ഇത് വരും. ഇവിടെ ഇതിന് എക്സോസ്റ്റ് ഉണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. ബാക്കിൽ ഇവിടെയും എക്സോസ്റ്റ് ഉണ്ട്. സോ ഇതാണ് ഈ ഹെൽമെറ്റിൻ്റെ സിസ്റ്റം വരുന്നത്. ഇത് റിമൂവബിൾ വൈസേഴ്സാണ് രണ്ടിനും അതിൻ്റെ സ്പെയർസ് കിട്ടും. സോ ഓൾ ദാറ്റ് ഈസ് ഗുഡ്. അതെന്നെല്ലാം സെയിം നമുക്ക് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇൻ ടേംസ് ഓഫ് വിൻഡ് നോയ്സ് എങ്ങനെയുണ്ട് രണ്ടിലും? മറ്റേ ഹെൽമെറ്റിനെക്കാട്ടിലും വിൻഡ് നോയ്സ് ഇതിൻ്റെ അകത്ത് ഒത്തിരി കുറവാണ്. ഇത് നമ്മളൊരു 70-80 ആ സ്പീഡിൽ പോയാലും ഇതിൻ്റെ അകത്ത് വിൻഡ് നോയ്സ് ഇല്ല. മറ്റേ ഹെൽമെറ്റേ നമുക്ക് വിൻഡ് നോയ്സ് ഉണ്ട്. അതൊരു 70+ പോയാൽ നല്ല വിൻഡ് നോയ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് വിൻഡ് നോയ്സോ വിസ്ലിങ്ങോ ഇല്ല. മറ്റേത് വിസ്ലിങ്ങും ചെറുതായിട്ടുണ്ട് നല്ല ഹൈ സ്പീഡിൽ പോകുമ്പോഴത്തേന്. ഇതിനൊട്ടുമില്ല. അത് ആ സ്പോയിലറിൻ്റെ ആണോ അതോ ഇതിൻ്റെ ടോട്ടൽ എയറോഡൈനാമിക്സിൻ്റെ ആണോ എന്നറിയാമല്ല. പക്ഷേ ഇതിന് വിൻഡ് നോയ്സ് കുറവാണ്. റെയിൻ രണ്ടിൻ്റെ അകത്തും പ്രശ്നമല്ല. നമ്മുടെ ഈ വൈസർ മെക്കാനിസം പ്രോപ്പർ ആണെങ്കിൽ അകത്തോട്ട് വെള്ളം വരത്തില്ല. ഈ ഹെൽമെറ്റ് വാങ്ങിച്ചപ്പോഴത്തെ ഇത് ലോക്കലിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ ഒരു ഡീലറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചപ്പോഴത്തേന് ഇതിന് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പിംഗ് ഉണ്ടായിരുന്നു. അത് അന്നേരം തന്നെ ഞാൻ പോയി ചേഞ്ച് ചെയ്യിച്ചു. സോ അവർ ചെയ്ത എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ മെക്കാനിസം ഉണ്ട്, അതിൻ്റെ സ്പെയർ പീസസ് അവരുടെ കയ്യിലുണ്ട്. ആ മെക്കാനിസം അവർ മാറ്റി. അത് കഴിഞ്ഞപ്പോഴത്തെ സെയിം വൈസർ ഫിറ്റായി പ്രോപ്പർലി. അതിൻ്റെ സെയിം വൈസർ ഇവർ പിടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും ഇതിന് ഗ്യാപ്പോ ഒന്നുമില്ല. സോ ഈ മെക്കാനിസം നല്ലതായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു പ്രോബ്ലം വരത്തില്ല. റെയിൻ മോളിൽ നിന്നും വരത്തില്ല. എനിക്ക് മറ്റേ ഹെൽമെറ്റിലും ഇതുവരെ റെയിൻ അകത്തോട്ട് വരുന്ന പ്രോബ്ലം വന്നിട്ടില്ല. പിന്നെ റെയിൻ വരുവാണെങ്കിൽ നമ്മളെപ്പോഴും ഇത് ക്ലോസ് ചെയ്ത് വെക്കണം. ഞാൻ മറ്റേത് മറന്നിട്ടുണ്ട്, എന്നാലും എനിക്കകത്ത് വാട്ടർ അങ്ങനെ സീപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെയും ലൈനേഴ്സ് എല്ലാം വാഷബിൾ ആണ്. സെയിം ഇതാണ്. ഇത് നമുക്ക് ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു ഹെവി ക്വാളിറ്റി ആയിട്ട് തോന്നും. വെയ്റ്റും കൂടുതലാണ്. പക്ഷേ നമ്മൾ ഇട്ട് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് ബാലൻസ്ഡ് ആണ് വെയ്റ്റ്. നമുക്ക് ഫ്രണ്ടിലോ പുറകിലോട്ടോ എവിടെയോ ഒന്നും വെയ്റ്റ് കൂടുതലായിട്ട് തോന്നത്തില്ല. രണ്ട് ഹെൽമെറ്റിൻ്റെയും ഫീൽ ഓൾമോസ്റ്റ് സെയിം ആണ്. ഈവൻ ദോ ഇതിനാണ് വെയ്റ്റ് കൂടുതലെങ്കിലും റൈഡിങ് സമയത്ത് നമുക്ക് വിൻഡ് ബ്ലാസ്റ്റ് ഇത് കിട്ടുമ്പോഴത്തേന് നമുക്കൊരു ഡ്രിഫ്റ്റ് പുറകിലോട്ടോ അങ്ങനെയൊന്നും വരത്തില്ല. ഇത് കുറച്ചുകൂടെ എയറോഡൈനാമിക് ആയതുകൊണ്ട്. സോ ആ ഒരു പ്രൈസ് ഇൻക്രീസ് ആക്ച്വലി വർത്ത് ഇട്ടാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. പിന്നെ നമ്മൾ ഇത് വീണ് കഴിഞ്ഞാലൊക്കെ ഇതിൻ്റെ അകത്ത് ചാൻസസ് ഉണ്ട് ചിലപ്പോൾ ഈ വെൻറ്റോ ഈ സ്പോയിലർ ഇതിൻ്റെ അകത്ത് ഒട്ടിച്ച് വെക്കുന്നതാണ്. അത് പക്ഷേ ഇറങ്ങത്തില്ല. ഇതുകൊണ്ട് ഞാൻ സ്പോയിലർ വെച്ച് തന്നെ പിടിച്ചേക്കുവാണ്. ഇത് ഇറങ്ങത്തില്ല. മറ്റേതിനെക്കാട്ടിലും ക്വാളിറ്റി ഇൻക്രീസ് ഉണ്ട്. ഓബ്വിയസ്ലി ആ പ്രൈസ് കൊടുക്കുന്ന ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഡെഫിനറ്റ്ലി വർത്ത് ഇട്ടാണ്. നിങ്ങൾക്കൊരു എക്സ്പെൻസീവ് അല്ലാതെ ഒരു നല്ലൊരു ക്വാളിറ്റി ഹെൽമെറ്റ് വേണമെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇനിയും ചിലർ ചോദിക്കും, സിംഗിൾ വൈസറായിട്ട് കിട്ടുന്ന ഹെൽമെറ്റ് ഉണ്ട് ചില വേറെ ബ്രാൻഡ്സിൻ്റെ ഇതേ പ്രൈസിൽ. കുറച്ചുകൂടെ കാണാനായിട്ട് ചിലപ്പം അതിൻ്റെ ഡിസൈൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കാം കാണാനായിട്ട്. ആ ഇതിലോട്ട് പോകണോ അതോ ഇത് വാങ്ങിക്കണമെന്ന് ഞാൻ പറയും. സിംഗിൾ വൈസർ വാങ്ങിക്കേണ്ട ഒറ്റ ഒരു റീസണാണ്, നമ്മുടെ ഇവിടെ ക്ലൈമറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. സിംഗിൾ വൈസർ ആണെങ്കിൽ അതിൻ്റെ പ്രോബ്ലം എന്നാന്ന് പറഞ്ഞാൽ, എനിക്കറിയാം ഇത് റിപ്ലേസ് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു സ്മോക്ഡും ഒരു ക്ലിയർ വൈസറും വാങ്ങിച്ചു വെക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഡെയിലി യൂസിൻ്റെ സമയത്ത് ആരാ ഈ 2 വൈസർ എടുത്തുകൊണ്ട് നടക്കുന്നത്? അല്ല, ഈവൻ ട്രിപ്പിനാണെങ്കിലും നമ്മൾ 2 വൈസർ പാക്ക് ചെയ്ത് കൊണ്ടുപോകത്തില്ല. ഇതാണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ഓപ്ഷനുണ്ട്. ഭയങ്കരമായിട്ട് സണി ആയെങ്കിൽ ആ ഇന്നർ വൈസർ നമ്മൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരത്തേന് നമ്മുടെ കാര്യം നമുക്ക് അത്രയും ഒരു കംഫർട്ട് കൂടുതലായിരിക്കും. അകത്ത് ഹീറ്റ് എങ്ങനെയുണ്ട് അതിലും ഞാൻ പറയാം. ഞാൻ നല്ല സണി ടൈമിലാണ് ഇത് വാങ്ങിച്ചേക്കുന്നത് ഇപ്പം. എന്നിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. 2 ഹെൽമെറ്റിൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഈ ഹെൽമെറ്റ് കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. കാരണം ഇതിൻ്റെ അകത്തൊരു വിൻഡ് കുറച്ചുകൂടെ ഉണ്ട്. നമുക്ക് ആ ഹീറ്റ് അങ്ങനെ ഇരിക്കത്തില്ല. മറ്റേതിൻ്റെ അകത്ത് മുകളിൽ നിന്ന് ആ എയർ വെൻറ്റ്സ് ഉണ്ടെങ്കിലും ഇതിൻ്റെ അത്രയും കൂളിംഗ് കേപ്പബിലിറ്റി ഇല്ല. കാരണം ഇതിന് 2 സ്ഥലത്ത് നിന്ന് ഇതിൻ്റെ പ്രോപ്പർ കൂളിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഇതിൻ്റെ അകത്താണ് ബെറ്റർ. ഇത്രയും ഇതിൽ ഐ തിങ്ക് ഇതിൻ്റെ എല്ലാ ഡൗട്ട്സും നിങ്ങളുടെ ക്ലിയർ ആയിരിക്കും. ഇത് ഡെഫിനറ്റ്ലി വർത്ത് ഇട്ടാണ്. നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് ഇൻക്രീസ് അത് മറ്റേതിന് ഡിസൈൻ ഇഷ്ടമാണെങ്കിൽ മറ്റേതും പോകാം. മറ്റേതും ബാഡ് ഹെൽമെറ്റാണെന്ന് പറയുന്നില്ല, അതും നല്ല ഹെൽമെറ്റാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇത്ര നാൾ. റഫ് യൂസ് ഡെയിലി യൂസിന് അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അടുത്ത എൻ്റെ ഡെയിലി യൂസ് റഫ് യൂസാണ്. ഇത് ആ ഒരു യൂസിന് നല്ലതാണ്. രണ്ടിനും വരുന്നത് ഈ ഈസി ക്ലാസ്പാണ്. സോ ഈസി ക്ലാസ്പാണ് ബെറ്റർ. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഊരാം വെക്കാം. അതെന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസിന് ഡബിൾ ഡീറിങ് ഒന്നും ശരിയല്ല. അത് നമ്മൾ ലാസ്റ്റ് അത് ഇടാതെ ഇരിക്കും.
ലോങ് റൈഡിന് ഡബിൾ ഡി റിംഗ് നല്ലതാണ്, പക്ഷേ ഡെയിലി യൂസിന് അത് പറ്റത്തില്ല. സോ ആ എല്ലാ രീതിയിലും ഇത് കംഫർട്ടാണ്, എല്ലാത്തിലും അത് സിമിലറുമാണ്. ജസ്റ്റ് ഇതിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ ഒരു പ്രീമിയമാണ് കമ്പയർഡ് ടു അതർ വൺ. ഇത് ഏറ്റവും പ്രീമിയം ഹെൽമെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒബ്വിയസ്ലി എൻ്റെ തന്നെ ഉണ്ട് മച്ച് മോർ എക്സ്പെൻസീവ് ഹെൽമെറ്റ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് ലോങ് റൈഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഡെയിലി യൂസിന് ഇത് നല്ലൊരു ഹെൽമെറ്റാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ്സ് ഇടാം. എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ്സ് ഇടാം, ഞാനത് ആൻസർ ചെയ്യാൻ നോക്കാം. ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഹെൽമെറ്റാണ്, അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആർക്കെങ്കിലും അത് ഹെൽപ്പ് ആകുവാണെങ്കിൽ അത് ഹെൽപ്പ് ആകട്ടെ, ആ ഒരു രീതിയിലാണ് ഇത് ഇടുന്നത്. ഇത് സ്പോൺസേർഡോ ഒന്നുമല്ല, നമ്മളതൊന്നും ചെയ്യത്തില്ല. ഇത് ജസ്റ്റ് നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് മാത്രമാണ് എൻ്റെ വീഡിയോ ഇട്ടേക്കുന്നത്. ഇഫ് യു ഹാവ് എനി കോമെൻറ്റ്സ്, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമെൻറ്റ്സ് ഇടുക. Like, share, subscribe. This has been Jace for Top UVT. I'll see you in the next video.